നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഒരു രാജ്യത്തിൻ്റെ ചാരസംഘടന നടത്തിയെന്ന് പറയപ്പെടുന്ന രഹസ്യ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ തെളിവെന്തായിരിക്കും? ഞങ്ങൾ ചാരന്മാരെ ഉപയോഗിച്ച് ശത്രുക്കളെ കൊന്നുവെന്ന ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണോ? അതോ പുറത്തു വന്ന ഒരു രഹസ്യരേഖയാണോ? അതുമല്ലെങ്കിൽ പിടിക്കപ്പെട്ട ഒരു ഏജന്റിൻ്റെ മൊഴിയോ? അതുമല്ലെങ്കിൽ സ്വന്തം അണികൾ ചില ചാരന്മാരുടെ വെടിയേറ്റ് മരിച്ചു വീണുവെന്ന ഒരു ഭീകര സംഘടനയുടെ നേതാവിൻ്റെ വിലാപമാണോ? ഇതിലേതാണ് ഏറ്റവും വലിയ തെളിവ്? പൊതുവേദിയിൽ നിന്ന് സ്വന്തം നഷ്ടങ്ങളുടെ കണക്കും വെടിയേറ്റു മരിച്ച കൂട്ടാളികളുടെ എണ്ണവും ഒരു ഭീകര സംഘടനയുടെ നേതാവ് തന്നെ വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവെങ്കിൽ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ പുതിയ ഇന്ത്യ എന്താണെന്ന് ഒരു ആമുഖത്തിൻ്റെ പോലും ആവശ്യമില്ലാത്ത ഒരു കിറുകൃത്യം സന്ദേശമാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ തേടുന്ന ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ള മുതിർന്ന ഭീകരൻ ഒരു വീഡിയോയിൽ തുറന്നു പറയുന്നു, കഴിഞ്ഞ 3-4 വർഷത്തിനിടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ലഷ്കറുമായി ബന്ധപ്പെട്ട 30-ലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവലക്കോട്ട്, മുസാഫറാബാദ്, പാകിസ്ഥാന്റെ ഈ സ്വന്തം ഭൂമിയിലാണ് സൈന്യത്തിന്റെയും ISIയുടെയും കണ്ണിനു കീഴിൽ സുരക്ഷിതരാണെന്ന് കരുതിയവർ വെടിയേറ്റ് പിടഞ്ഞത്. ഇന്ത്യ തിരയുന്ന ഭീകരർ ചത്തുവീണത് അതിർത്തി പ്രദേശങ്ങളിലല്ല, പാകിസ്ഥാന്റെ ഹൃദയ നഗരങ്ങളിലാണ്. അവരെ കൊന്നതാരാണ്? ഹനീഫിന്റെ ആരോപണം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ നടപ്പാക്കിയ അൺനോൺ ഗൺമാൻ മോഡൽ എന്നാണ്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വീഡിയോയിലെ വ്യക്തിയെ തിരിച്ചറിഞ്ഞതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം തുടക്കത്തിലെ വ്യക്തമാക്കണം: ഇന്ത്യ ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ചാരന്മാർ 30 ഭീകരരെ കൊന്നുവെന്ന് പറയാനാകുമോ എന്നറിയില്ല. പക്ഷേ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് വീണതെല്ലാം ഇന്ത്യ തിരഞ്ഞ ഭീകരരായിരുന്നു. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ പഴയ പാറ്റേണും നമ്മുടെ രാജ്യത്തെ ഭീകരാക്രമണങ്ങൾ ഏതാണ്ട് നിലച്ചതും ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസികളുടെ പ്രവർത്തനത്തിലുണ്ടായ അസാധാരണ മാറ്റവും പുതിയ ഡിഫൻസീവ് ഒഫൻസ് പ്ലാനുകളും മിന്നൽ പോലെ വരുന്ന സർജിക്കൽ സ്ട്രൈക്കുകളും മുതൽ സിന്ദൂർ വരെയുള്ള മാറ്റമുണ്ടല്ലോ. ഓരോന്നും വേർതിരിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷേ സസൂക്ഷ്മം ഒരുമിച്ച് നോക്കിയാൽ ഒരു പുതിയ സിദ്ധാന്തം കാണാനാകും. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പുതിയ ഒരു ഡോക്ട്രൈൻ: അജ്ഞാതർ വധിച്ചതെല്ലാം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ സംഭവങ്ങളിലെ പ്രതികളോ അവരെ പരിശീലിപ്പിച്ചവരോ പണം നൽകിയവരോ അതിർത്തി കടത്തിയവരോ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തവരോ ആണ്. പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നവരെ അവരുടെ വാതിലിൽ മുട്ടിവിളിച്ച് മൂർധാവിൽ വെടിയുതിർത്ത് കൊല്ലുന്നു. ഇതുവരെ ഇന്ത്യ ആക്രമിക്കാൻ ആളുകളെ അയച്ചിരുന്നവർക്ക് ഇന്ന് തൻ്റെ പിന്നിൽ ആരുണ്ട് എന്ന് നോക്കി നടക്കേണ്ടി വരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളേറ്റ് സഹിച്ച് നിസ്സഹായരായി വിലപിച്ചിരുന്ന ഒരു രാജ്യം അതിർത്തി കടന്നുവരുന്ന ആക്രമണങ്ങളെ അവയുടെ ഉറവിടത്തിലെത്തി വേട്ടയാടുന്നു. പറയാറില്ലേ, പഴയ കണക്കിന് പലിശ മാത്രമല്ല കൂട്ടുപലിശ കൂടി ഉണ്ടാകുമെന്ന്. അതാണിപ്പോൾ പ്രാവർത്തികമാക്കുന്നത്, യാതൊരു തെളിവുമില്ലാതെ. ഈ മാറ്റത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കടന്നു വന്ന ആ ഇരുണ്ട വഴിയിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരുപാട് പഴയതായിട്ടില്ല, 15-20 വർഷം മുമ്പാണ്. അന്നൊക്കെ കശ്മീരിലും നാടിൻ്റെ ഇതര ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ അപൂർവ സംഭവമായിരുന്നില്ല. എവിടെയും എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരുതരം ഭയമായിരുന്നു. 1993 മുംബൈ സീരിയൽ സ്ഫോടനങ്ങൾ, 2001 പാർലമെന്റ് ആക്രമണം, 2005 ഡൽഹി സ്ഫോടനങ്ങൾ, 2006 മുംബൈയിലെ സബർബൻ ട്രെയിനിനുള്ളിലെ 7 സ്ഫോടനങ്ങൾ, 2007 ഹൈദരാബാദ്, 2008 ജയ്പൂർ, പിന്നെ അഹമ്മദാബാദ്, ഡൽഹി. അതിനെല്ലാം ഉപരി നമ്മൾ ഒരിക്കലും മറക്കാത്ത നവംബർ 26. കടൽ കടന്നെത്തിയ ലഷ്കർ ഭീകരർ 60 മണിക്കൂറിലേറെ മുംബൈയെ ശവപ്പറമ്പാക്കി. ഔദ്യോഗിക കണക്ക് പ്രകാരം 166 പേർ മരിച്ചു. ആ കാലത്തിന്റെ ഭീകരത മരണസംഖ്യയിൽ മാത്രമായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗ് കണ്ടാൽ യാത്രക്കാർ മാറി നിൽക്കും. മാർക്കറ്റിൽ ശബ്ദം കേട്ടാൽ ആളുകൾ ഓടും. ഭീകരതയുടെ ലക്ഷ്യം ആളുകളെ കൊല്ലുക മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ സാധാരണ ജീവിതത്തെ അട്ടിമറിക്കുക, രാജ്യം അരക്ഷിതാവസ്ഥയിലാക്കുക, ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ സ്ഥിരമായ ഭയം നെയ്തു വയ്ക്കുക, സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിൻ്റെയും ആത്മവിശ്വാസം തകർത്ത് ഈ രാജ്യത്തെ ജീവച്ഛവമാക്കുക. ആ പാറ്റേണിനെയാണ്
കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് യു-ടേണിലാക്കി ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും അന്തരീക്ഷം അങ്ങവിടെ പാകിസ്ഥാനിൽ ഒരുക്കിക്കൊടുത്തത്. മുൻകാലങ്ങളിൽ ഇന്ത്യയിലുണ്ടായ ഏത് ഭീകരാക്രമണങ്ങളിലെയും ആസൂത്രകർ അതിർത്തിക്കപ്പുറം സുരക്ഷിതരായിരുന്നു. ഇന്ത്യ തെളിവുകൾ ശേഖരിക്കും, പാകിസ്ഥാനിലെ ഭീകര സംഘടനകളാണെന്ന് ആരോപിക്കും, അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് കരയും, പ്രതികളെ കൈമാറണമെന്നാവശ്യപ്പെടും. ഒന്നും നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. നീതി മാത്രം അതിർത്തിയിൽ കുടുങ്ങിക്കിടന്നു. ആക്രമണത്തിന്റെ ലക്ഷ്യം കശ്മീരിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും ശക്തിപ്പെട്ടു. 2016 പത്താൻകോട്ട്, അതേ വർഷം ഉറി, 2019 പുൽവാമയിൽ 40 CRPF ജവാന്മാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഓരോ സംഭവത്തിന്റെയും പിന്നിൽ മറ്റൊരു അപമാനകരമായ സാഹചര്യമുണ്ടായിരുന്നു. ആക്രമണം നടത്തിയവൻ മരിച്ചേക്കാം, പക്ഷേ അവനെ പരിശീലിപ്പിച്ചവൻ, പണം നൽകിയവൻ, അതിർത്തി കടത്തിയവൻ, ലക്ഷ്യം തെരഞ്ഞെടുത്തവൻ, റിമോട്ട് കൺട്രോളിലൂടെ ദൂരെയിരുന്ന് നിർദ്ദേശം നൽകിയവൻ മറ്റൊരു രാജ്യത്ത് സംരക്ഷിത ജീവിതം തുടർന്നിരുന്നു. ഭീകരരുടെ കണക്കുകൂട്ടൽ ലളിതമായിരുന്നു. ഇന്ത്യക്കുള്ളിൽ രക്തം ചിന്തിക്കുക, പാകിസ്ഥാനിലേക്ക് മടങ്ങിയാൽ സുരക്ഷിതൻ. ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയും ലളിതമായിരുന്നു. ന്യൂഡൽഹി പ്രതിഷേധിക്കും, തെളിവ് നൽകും, ലോകത്തോട് പരാതിപ്പെടും, പിന്നെ എല്ലാം പഴയപടിയാകും. ആ ഒരു സൗകര്യമുണ്ടല്ലോ, അതാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. രാജ്യാന്തര മാധ്യമങ്ങളായ ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇത്തരമൊരു വലിയ തന്ത്രപരമായ തീരുമാനം ഉയർന്ന തലങ്ങളിൽ രൂപപ്പെട്ടത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ശത്രുക്കളെ ലോകത്തിന്റെ ഏത് കോണിലും പിന്തുടർന്ന് വധിക്കുന്ന അതേ മാതൃക നമ്മളും സ്വീകരിക്കുകയായിരുന്നു. ഭീകരരെ അവരുടെ താവളങ്ങളിൽ തന്നെ ഇല്ലാതാക്കാതെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ പൂർണ്ണമായി തടയാനാകില്ലെന്ന തിരിച്ചറിവാണ് ഇതിലേക്ക് നയിച്ചത്. ശത്രുവിന്റെ ഒളികേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഇന്റലിജൻസ് വിവരശേഖരണവും അതുപയോഗിച്ചുള്ള അതിസൂക്ഷ്മമായ ആസൂത്രണവുമാണ് ഈ മിഷനുകളിലെ അടിത്തറ. തോക്കിനേക്കാൾ മുമ്പ് കണ്ണുകളും ഡാറ്റയും പ്രവർത്തിക്കാൻ തുടങ്ങി. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ശക്തിപ്പെട്ടു. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ NSG പ്രാദേശിക ഹബ്ബുകൾ രൂപപ്പെട്ടു. ഇന്റലിജൻസ് ബ്യൂറോയുടെ മൾട്ടി ഏജൻസി സെന്റർ 24 മണിക്കൂറും സൂക്ഷ്മമായ സർവൈലൻസിൽ അരിച്ചെടുക്കുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുമായി ലൈവായി പങ്കിടുന്ന സംവിധാനമായി മാറി. ബാങ്കിംഗ്, ടെലികോം, യാത്ര തുടങ്ങിയ വിവിധ ഡാറ്റാബേസുകളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്ന സംവിധാനം വളർന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ഇന്റലിജൻസ്, സാങ്കേതിക നിരീക്ഷണം, ഫോറൻസിക് ശേഷി, ഭീകരരുടെ ധനസഹായത്തിനെതിരായ അന്വേഷണം ഓരോന്നും മറ്റൊന്നുമായി ബന്ധിപ്പിക്കപ്പെട്ടു. എന്തായിരുന്നു റിസൾട്ട്? ജമ്മു കാശ്മീരിൽ 2004 മുതൽ 2014 വരെ 7217 ഭീകരാക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10-12 വർഷം അത് 2242 ആക്രമണങ്ങളായി കുറഞ്ഞിരിക്കുന്നു. 8-10 വർഷം മുമ്പ് ഒരു വർഷം 100ഓളം സെക്യൂരിറ്റി പേഴ്സൺസ് കൊല്ലപ്പെട്ടപ്പോൾ 2025 അത് 16ആയി താഴ്ന്നു. ഓരോ മിനിറ്റിലും പല സോഴ്സുകളിൽ നിന്ന് രാജ്യത്തിനകത്തും പുറത്തും കൈമാറുന്ന കോടിക്കണക്കിന് ഡാറ്റകളെ സെൻട്രൽ ഫ്രെയിംവർക്കിൽ വിശകലനം ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റി. ഇങ്ങനെ ഇന്റലിജൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി. ഒരു ദേശീയ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന മാറ്റം. പക്ഷേ ഈ വിജയമെന്നത് ഒരിക്കലും ആക്രമണം ഉണ്ടാകില്ല എന്ന വാഗ്ദാനമല്ല. ഭീകരർ ട്രിഗർ അമർത്തുന്നതിന് മുൻപ് അവൻ്റെ പണം, ഫോൺ, യാത്ര, സഹായ ശൃംഖല, ഡിജിറ്റൽ ഐഡന്റിറ്റി എല്ലാം ഇന്ത്യയുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നു. അതാണ് പ്രധാന വിപ്ലവം. പ്രതികരണത്തിൽ നിന്ന് മുൻകരുതലിലേക്കുള്ള നമ്മുടെ യാത്ര. 2014 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുന്നതിന് മുമ്പ് അജിത് ഡോവൽ നടത്തിയ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. 3 സമീപനങ്ങളെക്കുറിച്ചായിരുന്നു അത്. ഡിഫെൻസീവ്, ഒഫെൻസീവ്. പാകിസ്ഥാനുമായുള്ള സമ്പൂർണ്ണ യുദ്ധം ആണവ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. വെറും പ്രതിരോധം എതിരാളിക്ക് അടുത്ത ആക്രമണത്തിനുള്ള അവസരം നൽകും. അതിനിടയിൽ മറ്റൊരു വഴിയുണ്ട്. ആക്രമണം നടത്തുന്ന ഉറവിടത്തിൽ ചെന്ന് നടത്തുന്ന ഡിഫെൻസീവ് ഒഫെൻസ്. അതായിരുന്നു ഡോവലിന്റെ ആശയം. ആ പ്രഭാഷണം ഒരു ഔദ്യോഗിക ഓപ്പറേഷൻ ഓർഡർ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ മാറിയ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുടെ പ്രഖ്യാപനമായിരുന്നു അത്. 2016 സെപ്റ്റംബർ 18 ഉറിയിൽ 18 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു. 11 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്കപ്പുറമുള്ള ഭീകര ലോഞ്ച് പാഡുകളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. സന്ദേശം ഇതായിരുന്നു: ലൈൻ ഓഫ് കൺട്രോളിനപ്പുറം കടന്നാൽ ഭീകരർ സുരക്ഷിതരാണെന്ന് ധരിക്കേണ്ട.
2019 ഫെബ്രുവരി 14 പുൽവാമ, 12 ദിവസത്തിനു ശേഷം ബാലക്കോട്ട്. ഇന്ത്യയുടെ തിരിച്ചടിയുടെ സന്ദേശം ഇതായിരുന്നു: പാക് അധീന കശ്മീരിലേക്ക് കയറാൻ മടിയില്ല. 2025 ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് 9 ഭീകര കേന്ദ്രങ്ങളെയാണ് സേന തകർത്തത്. 100-ലധികം ഭീകരരും പരിശീലകരും ഹാൻഡ്ലർമാരും കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ ഈ 3 ആക്രമണങ്ങളെ ഒരുമിച്ച് നോക്കൂ. ഓരോ ഘട്ടത്തിലും ഇന്ത്യ പ്രതികരണത്തിന്റെ ഭൂമിശാസ്ത്രവും സാങ്കേതികതയും പൊളിറ്റിക്കൽ മെസ്സേജും വിപുലമാക്കുകയായിരുന്നു. ഭീകരാക്രമണം ഇവിടെ വന്ന് സൗജന്യമായി നടത്തി തിരിച്ചു പോകാമെന്ന് കരുതണ്ട. സാഹസത്തിന് മുതിർന്നാൽ അകത്ത് കയറി അടിക്കും. ടെയിലൻഡ് ഇതാണ്: ജെയിംസ് ബോണ്ട് തിരശ്ശീലയിൽ ഒറ്റയ്ക്ക് ലോകം രക്ഷിക്കും. ധുരന്തർ പോലുള്ള സിനിമകൾ രഹസ്യ ഓപ്പറേഷനുകളുടെ ആവേശം നമുക്ക് കാണിച്ചു തരും. പക്ഷേ യഥാർത്ഥ ഇന്റലിജൻസ് യുദ്ധത്തിന്റെ കഥ അതിലും ആഴമുള്ളതാണ്. അവിടെ നായകന് പേരില്ല, മുഖമില്ല, വിജയത്തിന് കയ്യടിയുമില്ല. വർഷങ്ങൾ നീളുന്ന നിരീക്ഷണം, ശത്രുവിൻ്റെ സംവിധാനത്തിനുള്ളിൽ വളർത്തുന്ന മനുഷ്യബന്ധങ്ങൾ, അതിർത്തികൾ കടക്കുന്ന വിവര ശൃംഖലകൾ, പ്രോക്സികളിലൂടെ നടപ്പാക്കുന്ന നീക്കങ്ങൾ, കൃത്യമായ ഏകോപനം, അവസാനം തെറ്റിന് ഒരു മില്ലിമീറ്റർ പോലും ഇട നൽകാത്ത നിർവഹണം. ഓപ്പറേഷൻ പൂർത്തിയായാൽ ലോകം കാണുന്നത് ഒരു വാർത്ത മാത്രം. അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ വീണ്ടും നിശബ്ദതയിലേക്ക് മടങ്ങും. മെഡലില്ല, കയ്യടിയില്ല, സ്വന്തം കുടുംബത്തോട് പോലും പറയാനാകാത്ത വിജയം മാത്രം. സിനിമയിലെ നായകന് ക്രെഡിറ്റ്സ് വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇന്ത്യയുടെ യഥാർത്ഥ ദുരന്തന്മാർ അപ്പോഴും ഇരുട്ടിൽ ജോലി ചെയ്യുകയായിരിക്കും. കാരണം അവരുടെ പേര് ചരിത്രത്തിൽ ഇല്ലെങ്കിലും അവർ സംരക്ഷിച്ച രാജ്യം അവർ കാരണം ചരിത്രത്തിലുണ്ടാകും. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelIM.com.